പുറകെ നടന്നിട്ടും നിങ്ങളെ മൈൻഡ് ആക്കാത്ത ഒരാളെ എന്തെങ്കിലും നിങ്ങളുടെ പിറകെ അതേ കണക്ക് നടത്തിക്കുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? വളരെ രസകരമാണ് ആ ഒരു സിറ്റുവേഷൻ. ഇവിടെ താൻ പിറകെ നടന്നിട്ട് മൈൻഡ് ആക്കാഞ്ഞ പെൺകുട്ടിയെ ഞെട്ടിച്ചുകൊണ്ട് തന്റെ പിറകെ നടത്തിച്ച ഒരു പയ്യന്റെ കഥ കേട്ടാലോ? ആരെയാണ് ആ പയ്യൻ പ്രൊപ്പോസ് ചെയ്ത് റിജക്ഷൻ നേരിടേണ്ടി വന്നത് എന്നത് അതിലും വലിയ ഒരു ട്വിസ്റ്റ് ആണ്. 2022 റിലീസായ മുറായ്സ് ലവ് എന്ന ഒരു ജാപ്പനീസ് കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ അയാനെ കാണിച്ചുകൊണ്ടാണ്. അയാന ഒരു ഹൈസ്കൂളിലെ ഹിസ്റ്ററി ടീച്ചറാണ്. ആള് കണ്ട നല്ല ചെറുപ്പക്കാരിയാണ്. അതുകൊണ്ട് തന്നെ സ്കൂൾ കുട്ടികളുടെ ഒരു വൈബാണെന്നൊന്നും കരുതണ്ട. ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അവിടെയുള്ള സീനിയർ ടീച്ചേഴ്സിനേക്കാൾ സ്ട്രിക്റ്റ് ആണെന്ന് എന്ന ഒരു ഇംപ്രഷനാണ് അയാനയ്ക്ക് സ്കൂളിലുള്ളത്. അങ്ങനെ ഇരിക്കുകയാണ് അയാനയുടെ ക്ലാസ്സിലെ മുറായി എന്ന ഒരു പയ്യൻ അയാനയുടെ അടുത്തേക്ക് എത്തുന്നത്. ഹൈസ്കൂൾ വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ ഈ ഒരു പഠനശേഷം അവർക്ക് എന്ത് ചെയ്യാനാണ് താല്പര്യം എന്നത് എഴുതിക്കൊണ്ടു വരാനേ പറഞ്ഞപ്പോ മുറായി അതിലേക്ക് അവൻ അയാനെ പ്രണയിച്ച് വിവാഹം കഴിക്കണം എന്നതായിരുന്നു ആഗ്രഹമായി എഴുതിയിരുന്നത്. മുറായി ക്ലാസ്സിലെ ടോപ്പ് സ്റ്റുഡന്റ് ആണ്, എന്നിട്ടാണ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര കലിപ്പില് അയാന അവനെ വിളിച്ച് വഴക്ക് പറയുന്നു. അവൻ അപ്പോഴും ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് മിസ് ചെയ്ത് പറയുന്നത്, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾക്ക് അത് കേട്ട് ദേഷ്യം കൂടുന്നേ ഉള്ളൂ. അയാന സ്കൂളിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണെങ്കിലും അയാനയ്ക്ക് അയാനയുടെ പേഴ്സണൽ ലൈഫ് അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരി മുഴുവൻ ടൈമും ഗെയിം കളിച്ചാണ് സ്പെൻഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരു ഗെയിമിലെ ഒരു കഥാപാത്രത്തെ അയാനയ്ക്ക് ഭയങ്കര ആരാധനയാണ്. ആ കഥാപാത്രത്തിന്റെ ആ വെളുത്ത മുടിയും ആ ഒരു സ്റ്റൈലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്തൊക്കെ ഒരു ഗെയിം ക്യാരക്ടറിന്റേതായി കളക്ട് ചെയ്ത് വെക്കാൻ കഴിയുമോ അതെല്ലാം കടയിൽ നിന്ന് വാങ്ങിക്കൂട്ടുന്നതും പുള്ളിക്കാരിയുടെ ഒരു പ്രധാന ഹോബിയാണ്. നിങ്ങൾക്കും ഇതുപോലെ ഏതെങ്കിലും ഒരു ഫേവറേറ്റ് ഗെയിമോ ഒരു ഫേവറേറ്റ് ഗെയിം ക്യാരക്ടറോ ഉണ്ടെങ്കിൽ കമന്റ് ഇടാൻ മറക്കല്ലേ. എനിക്കങ്ങനെ ഗെയിം കളിക്കുന്ന ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഫേവറേറ്റ് ഗെയിം ക്യാരക്ടർ എന്ന് പറയാനായിട്ട് ആരുമില്ല. എന്തായാലും അയാനെ എങ്ങനെ അട്രാക്ട് ചെയ്യാമെന്ന് ആലോചിച്ച് നടക്കുന്ന മുറായി അവനെ ഗ്രൂം ചെയ്യാനായി തീരുമാനിക്കുന്നു. അവന് കുറച്ച് ലോങ് ബ്ലാക്ക് ഹെയർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ വെട്ടി ഒതുക്കി കളർ ചെയ്ത് അടുത്ത ദിവസം സ്കൂളിലേക്ക് എത്തുന്ന അവൻ അയാനയുടെ ഒരു ഗെയിം ക്യാരക്ടറും ജീവൻ വെച്ച് വന്ന എങ്ങനെ ഇരിക്കും അതേ കണക്കുണ്ടായിരുന്നു. അയാന സത്യം പറഞ്ഞാൽ ഇവനെ കണ്ട അമ്പരന്ന് പോകുന്നുണ്ട്. ഇവനാകട്ടെ അയാനയുടെ മുന്നിൽ നിന്ന് മാറുന്നില്ല. പുള്ളിക്കാരിക്ക് ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. കാരണം തനിക്ക് ഇഷ്ടമുള്ള ഗെയിം ക്യാരക്ടർ മുന്നിൽ വന്ന് നിൽക്കുന്ന കണക്കാണ് അവർക്ക് ഫീൽ ആവുന്നത്. അതുകൊണ്ട് തന്നെ ഇവൻ ക്ലാസ്സിലുള്ളപ്പോൾ പഠിപ്പിക്കാനൊക്കെ അയാന ഭയങ്കരമായിട്ട് പാടുപെടുന്നുണ്ട്. ഡിസ്ട്രാക്റ്റഡ് ആവുകയാണ്. അവനാകട്ടെ എന്ത് പറ്റി മിസ് എന്നിപ്പോ എന്നെ കാണുമ്പോൾ ഒരുമാതിരി പെരുമാറുന്നത്, എന്ത് അവോയ്ഡ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ കാര്യം ഒട്ടും അയാനെ തുറന്നു പറയുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് യാദൃശികമായി ഒരു പബ്ലിക് ബാത്ത് ഹൗസിൽ വെച്ച് മുറായിയും അയാനയും കണ്ടുമുട്ടുന്നത്. ജപ്പാനിലൊക്കെ സ്ട്രേഞ്ചേഴ്സ് ചേർന്ന് കുളിക്കുന്ന ബാത്ത് ഹൗസുകൾ ഉണ്ട്. സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഫീമെയിലും മെയിലും ഒന്നിച്ചല്ല, മെയിലിനും ഫീമെയിലിനും സെപ്പറേറ്റ് സ്ഥലങ്ങളാണ്. പക്ഷെ അവിടെ ഒരു ഇൻഡിവിജ്വൽ സ്പേസ് അല്ല. ആണുങ്ങളുടെ സെക്ഷനിൽ പല ആണുങ്ങളും കാണും, പെണ്ണുങ്ങളുടെ സെക്ഷനിൽ പല പെണ്ണുങ്ങളും കാണും. ഇത് ജാപ്പനീസ് സിനിമയും ഡ്രാമയൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല പരിചയമുള്ള ഒരു കാര്യമാണ്. അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി പറഞ്ഞതാണ്. എന്തായാലും ഒരിക്കലും ഒരേ ബാത്ത് ഹൗസിൽ രണ്ടുപേരും കണ്ടുമുട്ടുമ്പോൾ അയാൻ അപ്പോഴും അവൻ അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ മുറായി അയാനെ പിടിച്ചു നിർത്തി. ബോയ് ഫ്രണ്ട് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഒരു പേര് പറയുന്നു. അത് അവളുടെ ഫേവറേറ്റ് ഗെയിം ക്യാരക്ടറിന്റെ പേരാണ്. ഇവനിപ്പോ അതേ കണക്കാണല്ലോ മുടിയും കാര്യങ്ങളും ഒക്കെ വെട്ടി കളർ ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവളുടെ ഉള്ളിൽ ആ ഒരു കഥാപാത്രം ഉള്ളതുകൊണ്ടാണ് അവൾ ആ പേര് പറയുന്നത്. പക്ഷേ ഇവൻ ഇങ്ങനെ ഹെയർ കളർ മാറ്റിയതൊന്നും തന്നെ ആ ഒരു ക്യാരക്ടറിന് അയാനയ്ക്ക് ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ടല്ല, മറിച്ച് അവന് ഈ ഒരു ഗെറ്റപ്പ് മാറ്റണം എന്ന ഒരു കണക്കുകൂട്ടലാണ്. താൻ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയി മാറണം എന്നുള്ള കണക്കുകൂട്ടലാണ് അവൻ യാദൃശികമായി ഇങ്ങനെ ചെയ്ത്. അത് പക്ഷെ കറക്റ്റ് ആ ഒരു ക്യാരക്ടറുമായി മാച്ച് ആയി വന്നത്. എന്തായാലും തന്റെ ഫേവറേറ്റ് ഗെയിം ക്യാരക്ടറിനെ കണക്ക് ഇവൻ ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുന്നത് അവളെ വളരെ ഡിസ്റ്റർബ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അയാന പിന്നീട് അവനെ കാണുമ്പോഴെല്ലാം അവോയ്ഡ് ചെയ്ത് പോവാണ്. അതും എന്തുകൊണ്ടാണ് തന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാത്ത അവൻ എന്തായാലും ഞാൻ മിസ്സിനെ കൊണ്ടേ പോത്തുള്ളൂ, ഞാൻ ഈ കാര്യത്തിൽ വളരെ സീരിയസ് ആണെന്ന് അവൻ പറയുമ്പോൾ നീ ഒരു ബ്രൈറ്റ് സ്റ്റുഡന്റ് ആണ്, വെറുതെ ഒരു സാധാരണ ടീച്ചറിനോട് തോന്നുന്ന ഇൻഫാക്ച്വേഷന്റെ പേരിൽ നിന്റെ ഫ്യൂച്ചർ കളഞ്ഞു പൊളിക്കരുതെന്നല്ല അയാൻ അവനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഇവനേക്കാൾ വലിയ പ്രായവ്യത്യാസം ഇല്ലാത്ത അയാനെ തന്നെ ആണ് അവൻ ഇഷ്ടമെന്ന് അവൻ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം അവന്റെ രണ്ട് സുഹൃത്തുക്കൾ വഴി അവൻ യാദൃശികമായി ഒരു ഗെയിമിനെ പറ്റി അറിയുന്നത്. ആ ഒരു ഗെയിമിലെ ഒരു കഥാപാത്രത്തിന്റെ റിസംബ്ലൻസ് ആണ് അവന്റെ ഈ മേക്ക് ഓവറിനുള്ളതെന്ന് മനസ്സിലാക്കുന്നവൻ ആ ഒരു കഥാപാത്രത്തിന്റെ പേരും കൂടി കേൾക്കുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോകുന്നു. കാരണം അയാന ഇവൻ ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവനോട് പറഞ്ഞ ആ ഒരു പേരാണത്. അപ്പോൾ തീർച്ചയായും അയാന ഈ ഒരു ഗെയിം ഫോളോ ചെയ്യുന്ന ആളാണെന്നും ഈ ഗെയിമിലെ ക്യാരക്ടർ കണക്ക് താൻ അറിയാതെ തന്നെ മേക്ക് ഓവർ നടത്തി ആയപ്പോൾ അതുകൊണ്ടാണ് അയാനയ്ക്ക് തന്നോടുള്ള ആറ്റിറ്റ്യൂഡിൽ ഒരു മാറ്റം വന്നതെന്നും അവൻ വ്യക്തമായി മനസ്സിലാക്കുന്നു. തുടർന്ന് അവൻ ആ ഗെയിം കൂടുതൽ കളിച്ച് ആ ക്യാരക്ടറിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കി ആ ക്യാരക്ടർ കണക്ക് ആയി മാറാനായി തീരുമാനിക്കുകയാണ്. അങ്ങനെ അവൻ അതിന്റെ ഭാഗമായി ആ ഒരു ഗെയിമുമായി ബന്ധപ്പെട്ട ഒരു ഫെസ്റ്റ് നടക്കുന്ന സമയം ആ ഒരു കഥാപാത്രം കണക്ക് അവിടെ പോയി നിൽക്കുന്നു. ഇതേ സമയം ആ ഒരു ഫെസ്റ്റിന് പങ്കെടുക്കാനായി വേഷം മാറി അവിടേക്ക് അയാന വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ സ്റ്റുഡൻസ് ആരെങ്കിലും ഇവിടെ വെച്ച് അവളെ കണ്ടാൽ തിരിച്ചറിയാതിരിക്കാനായിട്ടാണ്. കാരണം പുള്ളിക്കാരിക്ക് ഒരു സ്ട്രിക്റ്റ് ടീച്ചർ എന്ന ഇംപ്രഷൻ അല്ലേ ഉള്ളത്. അങ്ങനെ ഒരു ടീച്ചർ ഇതുപോലെ ഒരു ഗെയിം അഡിക്റ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പണി പാളുമല്ലോ. പക്ഷെ അവിടെ വെച്ച് അയാനയും മുറായും തമ്മിൽ കാണുന്നു. തുടർന്ന്
ഇവനിങ്ങനെ വേഷം കെട്ടി കളിയാക്കുകയാണോ, തന്റെ രഹസ്യം കണ്ടുപിടിക്കാൻ നടക്കുകയാണോ എന്ന ഒരു ഫ്രസ്ട്രേഷനിൽ അവിടെ നിന്ന് അയാന പിണങ്ങി പോകുന്നുണ്ട്. മുറായി സമാധാനിപ്പിക്കാനായി പുറകെയും പോകുന്നു. അങ്ങനെ ഇപ്പൊ രണ്ടുപേരും കണ്ട് സംസാരിക്കുന്ന സമയം തനിക്ക് എന്തുകൊണ്ടാണ് മുറായിയെ പ്രണയിക്കാൻ സാധിക്കാത്തത് എന്ന് അയാന വ്യക്തമാക്കുന്നു. ഒന്നാമത്തെ കാര്യം, അവനേക്കാൾ വയസ്സിന് മൂത്തതാണ്, അവന്റെ ടീച്ചറാണ്. രണ്ടാമത്തെ കാര്യം, അവൾക്ക് വേറൊരാളോടും പ്രണയം തോന്നുന്നില്ല. ആ ഒരു ഗെയിമിലെ കഥാപാത്രത്തെ അവൾക്ക് അത്രയേറെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ചുമ്മാ ഒരു ടൈം പാസിന് പോലും പ്രണയം ആരോടും തോന്നുന്നില്ല എന്നെല്ലാം അവൾ തുറന്നു പറയുമ്പോൾ ഇത്രയെങ്കിലും തമ്മിൽ പറഞ്ഞൊന്ന് സംസാരിച്ചു കഴിയുമ്പോൾ അയാനയ്ക്ക് മുറായി ഈ ഒരു ഗെറ്റപ്പിൽ കാണുമ്പോൾ അങ്ങനെ മുഖം കൊടുക്കാതെ ഓടി ഒളിക്കണം എന്ന ആ ഒരു ടെൻഡൻസിയിൽ നിന്ന് കുറച്ചൊക്കെ ഒരു ആശ്വാസം കിട്ടുന്നു. എന്തെങ്കിലും അങ്ങനെ ഇരിക്കെ മുറായിയുടെ പണ്ടത്തെ ഒരു ക്ലാസ്മേറ്റ് പെൺകുട്ടി അവനെ കണ്ട് സംസാരിക്കാനായി വരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി ഇവർ തമ്മിൽ കണ്ടിട്ടില്ല. ഇപ്പൊ അവനെ കാണുമ്പോൾ അവന്റെ ഈ മേക്ക് ഓവർ അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ഓൾറെഡി അവൻ അവൾക്ക് വലിയ കാര്യവുമായിരുന്നു. കാരണം എപ്പോഴും അവൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഇവൻ നല്ലൊരു ഫ്രണ്ട് എന്ന രീതിയിൽ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്ത് നിന്നിട്ടുണ്ട്. ഇപ്പോൾ അവന്റെ ഈ ചേഞ്ചും കൂടി കാണുമ്പോൾ അവൾക്ക് അവനോട് ഭയങ്കരമായ ക്രഷ്. അവളുടെ പേര് റീക്കോ എന്നാണ്. അങ്ങനെ റീക്കോ മുറായിയെ ഒരു ഫെസ്റ്റിന് പോകാനായി ക്ഷണിക്കുന്നു. ആ ഒരു ഫെസ്റ്റിന് രണ്ടുപേരും ചെല്ലുന്ന സമയം അവിടെ മുറായിയുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. മുറായിയുടെ കൂടെ നിൽക്കുന്ന അവന്റെ പഴയ സ്കൂളിലെ ഫ്രണ്ടായ റീക്കോയെ കാണുമ്പോൾ ഇത്രയും നല്ല ഒരു പെൺകുട്ടിയെ പ്രണയിക്കാനുള്ളതിന് ഇവൻ എന്തിനാ വെറുതെ ആ ടീച്ചറിന് പുറകെ നടന്ന സമയം കളയുന്നതെന്നായിരുന്നു അവന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഡൗട്ട്. എന്നാലും ആ ഫെസ്റ്റിൽ രണ്ടുപേരും നിൽക്കുന്ന സമയത്ത് അവിടെ ഇവരുടെ സ്കൂളിലെ ടീച്ചേഴ്സ് എത്തുന്നുണ്ട്. ടീച്ചേഴ്സ് എല്ലാരും കൂടി ഒരു ചെറിയ കറക്കം എന്ന രീതിയിൽ ഒന്ന് ചൊത്തുകൂടാനായി ഇവിടെ വന്നതാണ്. അവിടെ വെച്ച് മുറായി റിക്കോയുടെ കൂടെ നിൽക്കുന്നത് കണ്ട് ഭയങ്കരമായ ഒരു സങ്കടം അയാനയ്ക്ക് വരുന്നു. അയാന പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോകുന്നത് അതിന്റെ ഇടയിൽ ശ്രദ്ധിച്ച മുറായി പുറകെ പോകുന്നുണ്ട്. തന്നെ ഗെയിമിലെ ഒരു ഫേവറേറ്റ് ക്യാരക്ടർ നേരിട്ട് കാണുന്നത് പോലെയാണ് ഇപ്പോഴും മിസ്സിന് തോന്നുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഇത് പെട്ടെന്ന് ഫീൽ ആയതെന്ന് മനസ്സിലാക്കുന്ന അവൻ റിക്കോ എന്റെ ഭയങ്കര അടുത്ത ഒരു ഫ്രണ്ട്, അത്രേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ മുറായി വളരെ ഹാപ്പി ആവുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ ഇവരിങ്ങനെ മാറി നിന്ന് സംസാരിക്കുന്നതൊക്കെ അയാനയുടെ കൂടെ ഇങ്ങോട്ടേക്ക് വന്ന ടീച്ചർമാരിൽ ആരെങ്കിലും കണ്ടാൽ അത് വലിയ പ്രശ്നമാവുമല്ലോ. കാരണം ഇവർക്കിടയിൽ ഇങ്ങനെ പ്രപ്പോസലും റിജക്ഷനും നടക്കുന്നതൊന്നും തന്നെ ഈ ടീച്ചേഴ്സിനൊന്നും അറിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്ന അയാനയ്ക്കാകെ ടെൻഷൻ ആവുമ്പോൾ ഒരു മാസ്ക് എടുത്തു വെച്ച് മുറായി ഇനി ആരും അയാനയെ കണ്ടുപിടിക്കില്ല എന്ന് പറയുമ്പോൾ അയാനയും വളരെ ഹാപ്പി ആവുന്നു. അങ്ങനെ അവർ കുറെ നേരം ആ ഫെസ്റ്റിന്റെ അവിടെയൊക്കെ കറങ്ങി നടന്ന് ഫയർ വർക്ക്സ് ഒക്കെ കണ്ട് പോകാനായി നിൽക്കുന്ന സമയത്താണ് ഒരാളെത്തി അയാനയെ കെട്ടിപ്പിടിക്കുന്നതും കവിളിൽ നുള്ളുന്നതുമൊക്കെ. ഇത് കണ്ട് ആരായി സ്ട്രേഞ്ചർ എന്ന് വല്ലാതെ ദേഷ്യം വരുന്ന മുറായി വേഗം തന്നെ അയാളെ ചെന്ന് ഓടിച്ചുവിടാൻ നോക്കുമ്പോഴാണ് ഇത് അയാനയുടെ ചേട്ടനാണ്. കൂടാതെ പുള്ളിക്കാരൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നതെന്നും ആള് നല്ലൊരു മാർഷൽ ആർട്സ് താരമാണെന്നതും മനസ്സിലാവുന്നത്. പക്ഷെ അത് മനസ്സിലാവുന്നതിന് മുന്നേ ആരാടോ എന്റെ ഗേൾ ഫ്രണ്ട് അടുത്ത് ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറഞ്ഞാണ് അവൻ അയാളോട് തട്ടിക്കയറിയത്. ഇപ്പോഴേ ഇത് ചേട്ടനാണെന്ന് മനസ്സിലാവുമ്പോൾ അവനാകെ പേടിച്ചു പോകുന്നുണ്ട്. ചേട്ടനാകട്ടെ എന്റെ പെങ്ങടെ ബോയ് ഫ്രണ്ട് ആണോ നീ? എങ്കിൽ നിന്റെ കഴിവ് എനിക്കൊന്ന് മനസ്സിലാകണമല്ലോ എന്ന് പറഞ്ഞ് അവനെ ഒരു കോമ്പറ്റീഷന് വേണ്ടി ചലഞ്ച് ചെയ്യാണ്. മാർഷൽ ആർട്സ് ഒന്നും അറിയില്ലെങ്കിൽ പോലും ഇപ്പൊ താൻ ആ ചലഞ്ച് ഏറ്റെടുത്തില്ലെങ്കിൽ അയാനയ്ക്ക് തന്നെ പറ്റി എന്തെങ്കിലും ഇംപ്രഷൻ ഉണ്ടെങ്കിൽ അതും കൂടി പോകുമെന്ന് മനസ്സിലാക്കുന്ന അവൻ ആ ചലഞ്ച് ഏറ്റെടുക്കാനായി തയ്യാറാവുന്നു. എന്തിനാ ഈ ചലഞ്ച് ഏറ്റെടുത്തതെന്ന് തന്റെ ചേട്ടൻ നല്ല ഇടി കൊടുക്കുമെന്ന് അറിയാവുന്ന അയാന ചോദിക്കുമ്പോൾ അവനൊരു പ്രോപ്പർ ആൻസർ കൊടുക്കുന്നില്ല. കാരണം അയാനയ്ക്ക് വേണ്ടിയാണ് അവനത് ചെയ്തത്. എന്തായാലും പിന്നീട് അവൻ അതിന്റെ പ്രിപ്പറേഷനിലായിരുന്നു. നന്നായി പഠിക്കുന്ന പയ്യനായിരുന്ന മുറായി പിന്നീട് ക്ലാസ്സിൽ അങ്ങനെ ശ്രദ്ധിച്ചിരിക്കാതെ മറ്റുള്ള ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോഴൊക്കെ ഉറക്കം തൂങ്ങാനായി തുടങ്ങുന്നു. പക്ഷെ അയാന പഠിപ്പിക്കുമ്പോൾ മാത്രമേ അവൻ കോൺസെൻട്രേഷനോടെ ക്ലാസ്സിലിരിക്കുന്നുള്ളൂ. മറ്റു ടീച്ചേഴ്സ് അവന്റെ ക്ലാസ് ടീച്ചറായ അയാനയോട് കംപ്ലൈന്റ് പറയുമ്പോൾ അയാന അതിനെപ്പറ്റി ചോദിക്കാനായി പോകുന്നു. കൂടാതെ ഇങ്ങനെ നീ പ്രാക്ടീസ് ചെയ്യരുത്, ഇത് നിന്റെ പഠനത്തെയും നിന്റെ ഫ്യൂച്ചറിനെയും ബാധിക്കും എന്നൊക്കെ തന്നെ അയാന അവനൊരു താക്കീതായി പറയുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും കേൾക്കുന്ന മട്ടില്ല. എന്തായാലും ഇവർ സംസാരിച്ച് നിൽക്കുന്നത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് റിക്കു വരുന്നു. റിക്കുയ്ക്ക് ഇപ്പോഴാണ് ഇവർക്കിടയിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അയാന വളരെ ലോൺലി ആയി ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് അയാന ഇങ്ങനെ തന്റെ പുറകെ ഒരാളെ ഇട്ട് നടത്തിക്കാനായി നോക്കുന്നതെന്നും അതിൽ ആനന്ദം കണ്ടെത്തുന്നതെന്നുമെല്ലാം വളരെ മോശമായി റിക്കോ അയാനയോട് സംസാരിക്കുന്നു. ഇതൊക്കെ കേട്ട് അയാനയ്ക്ക് വളരെ ഫീൽ ആവുന്നുണ്ട്. കൂടാതെ ആ സമയത്താണ് താൻ കഴിഞ്ഞ 10 വർഷങ്ങളായി മുറായിയെ ഇഷ്ടപ്പെട്ട് നടക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നും വെറുതെ മുറായിയുടെ ഫീലിംഗ്സിനെ വെച്ച് കളിക്കരുതെന്നുമെല്ലാം റിക്കോ അയാനയോട് താക്കീത് പോലെ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് റിക്കോയ്ക്ക് തന്നോട് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടായിരുന്നു എന്നത് മുറായി മനസ്സിലാക്കുന്നത് പോലും. അവളുടെ വാക്കുകൾ കേട്ട് അയാന അവിടെ നിന്ന് സങ്കടപ്പെട്ടു പോകുമ്പോൾ അത്രയും പറഞ്ഞ് ഇമോഷണലായി അവിടെ നിൽക്കുന്ന റിക്കോയോട് കൂടുതലൊന്നും സംസാരിക്കാതെ അയാനയുടെ പിറകെ ഓടിപ്പോകുന്ന മുറായിയെ കാണുമ്പോൾ റിക്കോന് കുറച്ചുകൂടെ സങ്കടം വന്ന് അവൾ അവിടെ ഇരുന്ന് കരയുന്നു. ഈ സമയം അങ്ങോട്ടേക്ക് എത്തുന്ന ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന മുറായിയുടെ ഫ്രണ്ടാണ് അവളെ സമാധാനിപ്പിക്കുന്നത്. അവൻ ഇവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുമ്പോൾ ഇവർക്ക് തമ്മിൽ മുന്നേ പരിചയം ഉണ്ടെങ്കിലും ഇതുവരെ ഇവനും മുറായിക്കും ഒരു സിമിലർ ക്യാരക്ടർ ഉള്ളത് അവൾക്ക് ഫീൽ ആയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന സമയത്ത് കുട്ടിക്കാലത്ത് താൻ സങ്കടപ്പെട്ട് കരയുമ്പോൾ തന്നെ മുറായി ആശ്വസിപ്പിച്ചിരുന്ന അതേ ഒരു ഫീൽ അവൾക്ക് വരുന്നു. മുറായിൽ അവൾ ഇഷ്ടപ്പെട്ടിരുന്നത് തന്നെ അവന്റെ വളരെ കൈൻഡായ ആ ഒരു പെരുമാറ്റമാണ്. അപ്പൊ അതേ ഒരു പെരുമാറ്റം മറ്റൊരാളിൽ ഫീൽ ആവുമ്പോൾ അവൾക്ക് ആകെപ്പാടെ വല്ലാത്തൊരു കൺഫ്യൂഷൻ അനുഭവപ്പെടുന്നു. എന്തായാലും ഇവിടെ അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോൾ അയാനയുടെ ചേട്ടൻ മുറായുമായി നടത്തുന്ന
മാച്ച് ഒരു വലിയ ലെവലിലേക്ക് കൊണ്ടുപോകാനായി ഒരുങ്ങാണ്. പുള്ളിക്കാരനും ഇതേ സ്കൂളിലെ തന്നെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് പൂർവ്വ വിദ്യാർത്ഥിയും ഇപ്പോഴത്തെ വിദ്യാർത്ഥിയും തമ്മിൽ നടക്കുന്ന ഒരു മാർഷൽ ആർട്സ് കോമ്പറ്റീഷൻ എന്ന രീതിയിലേക്കാണ് ചേട്ടൻ അത് മാറ്റുന്നത്. കാര്യങ്ങൾ കൈവിട്ട് വലിയ ലെവലിലേക്ക് പോവുകയാണെന്ന് അയാനയ്ക്ക് ബോധ്യമാകുന്നു. അങ്ങനെ ഈ ഒരു സ്കൂളിലെ വിദ്യാർത്ഥികളടക്കം ഒരുപാട് പേര് ഈ ഒരു മത്സരത്തെ പറ്റി അറിഞ്ഞ് കൗതുകത്തോടെ അത് കാണാനായി വന്നിരിക്കുന്നു. ആ കൂട്ടത്തിൽ റിക്കോയും അയാനയും ഒക്കെയുണ്ട്. അങ്ങനെ മത്സരം തുടങ്ങുമ്പോൾ വലിയ ശക്തനായി മുറായ അടിച്ചിടുന്നത് അയാനയുടെ ചേട്ടനാണെങ്കിലും ഓട്ട മത്സരത്തിലെ ആമയുടെ കണക്ക് കോൺഫിഡൻസ് സ്വല്പം ഓവറായി പോയത് ചേട്ടന് തിരിച്ചടിയാവുമ്പോൾ തന്റെ എനർജി ലാസ്റ്റത്തേക്ക് സേവ് ചെയ്ത് വെച്ചത് മുറായിക്ക് നല്ലതായി. അവനങ്ങനെ മത്സരം അവസാന ഭാഗത്തോട് അടുക്കുമ്പോഴേക്കും തന്നെ ഇടിച്ചുകൊണ്ടിരുന്ന ആളിനെ ഇടിച്ചിട്ട് മത്സരത്തില് വിജയിക്കുക തന്നെ ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു മത്സരത്തില് സത്യം പറഞ്ഞാൽ ചേട്ടനും കൂടി വിട്ടുകൊടുത്തു തന്നെയാണ് താൻ ജയിച്ചതെന്ന് പിന്നീടാണ് ചേട്ടന്റെ സംസാരം കേട്ട് മുറായിക്ക് മനസ്സിലാവുന്നത്. കാരണം അയാനയുടെ കാര്യത്തിൽ മുറായി വളരെ സീരിയസ് ആണെന്ന് മനസ്സിലായതുകൊണ്ട് ചേട്ടൻ അവർ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എന്ന് കരുതി കുറച്ച് തന്റെ സ്ട്രെങ്ത് കുറച്ചതും കൂടി കൊണ്ടാണ് അവൻ അതിൽ വിജയിച്ചത്. എന്തായാലും അവൻ അതിൽ ഒരുപാട് നന്ദിയുണ്ട് ചേട്ടനോട്. കാരണം അയാനയുടെ മുന്നിൽ അവന്റെ നാണവും മാനവും പോയില്ലല്ലോ. അങ്ങനെ ഇവരുടെ റിലേഷന് ചേട്ടൻ പച്ചക്കൊടി കാണിക്കുന്നു. പക്ഷെ അപ്പോഴും അയാന മുറായിയുടെ ഇഷ്ടത്തിന് പച്ചക്കൊടി കൊടുത്തിട്ടില്ല. എന്തായാലും അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ടീച്ചർക്ക് ഈ മിസ്സും സ്റ്റുഡന്റും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന രീതിയിൽ ഒരു ഡൗട്ടൊക്കെ അവരുടെ പെരുമാറ്റത്തിൽ നിന്നൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട്. ആ രീതിയിൽ ഒരു സംസാരം തന്റെ കൊളീഗ്സിനിടയിൽ നടക്കാൻ തുടങ്ങുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ അയാൻ ആ മുറായിയെ വിളിച്ച് കാര്യമായി പറയുന്നുണ്ട്. നീ ഒരു മൈനർ ആയതുകൊണ്ടും നീ ഒരു വിദ്യാർത്ഥി ആയതുകൊണ്ടും നീ പ്രൊട്ടക്ട് ചെയ്യപ്പെടും. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം അറിയുമ്പോൾ എന്റെ പുറകെ നടന്ന് നീ ആയിരിക്കില്ല, നിന്നെ എന്റെ പുറകെ നടത്തിക്കാതിരിക്കാനായി നോക്കി ഞാൻ തന്നെ ആയിരിക്കും അവസാനം കുറ്റക്കാരിയായി മാറുക എന്നെല്ലാം അയാന മുറായിയോട് കുറച്ച് സീരിയസ് ആയി തന്നെ പറയുമ്പോൾ താൻ മൂലം അയാനയ്ക്ക് ഒരു പ്രശ്നമാകുന്നു എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ മുറായി താൻ കാരണം അയാനയ്ക്ക് കുഴപ്പം വരാതിരിക്കാനായി അവോയ്ഡ് ചെയ്ത് നടക്കാനും തുടങ്ങുന്നു. തന്റെ പുറകെ നടന്നിരുന്ന ഒരാൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്ത് നടക്കുമ്പോൾ അത് അയാനയ്ക്ക് ഭയങ്കര ഒരു സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ സ്കൂളിൽ നിന്നൊരു ഫീൽഡ് ട്രിപ്പിന് പോകുന്നു. ഇവർ ക്യാമ്പ് ചെയ്തിരിക്കുന്നത് ഒരു ഫോറസ്റ്റ് ഏരിയയിലാണ്. അവിടെ വെച്ച് ഈ ഒരു അധ്യാപകന്റെയും അയാനയുടെയും കൂടിയാണ് മുറായും അവന്റെ ക്ലാസ്മേറ്റ്സും ട്രിപ്പിന് പോയിരിക്കുന്നത്. കുക്കിങ്ങിന് വേണ്ടി വെജിറ്റബിൾസ് ഒക്കെ കളക്ട് ചെയ്യാനായി പോകുന്ന സമയം അയാനയും മുറായും ഒന്നിച്ചാണ് പോകുന്നത്. അവർക്ക് പക്ഷേ തിരിച്ചു വരാൻ വഴി തെറ്റുന്നു. അവരാകട്ടെ അവിടെ ഇരുന്ന് അങ്ങനെ സംസാരിക്കുന്ന സമയം എന്തുകൊണ്ടാണ് ആ ഒരു ഗെയിമിലെ ക്യാരക്ടറിനെ വളരെയധികം ഇഷ്ടപ്പെട്ടത് എന്ന് മുറായി ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, ഞാൻ എന്റെ ലൈഫിൽ വളരെ ഡൗൺ ആയിരുന്ന ഒരു സമയത്ത് ഞാൻ യാദൃശികമായിട്ട് ഈ ഒരു ഗെയിം കളിച്ചു തുടങ്ങിയതാ. എന്തോ അത് കളിക്കുമ്പോഴും ആ ഒരു ക്യാരക്ടറിനെ കാണുമ്പോഴും ഒക്കെ ഞാൻ എന്റെ സങ്കടങ്ങളെ മറന്ന് വളരെ ഹാപ്പി ആവാനായി തുടങ്ങി. അങ്ങനെ എനിക്കതിനെ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് അയാന പറയുന്നു. എന്തേലും ആ ഒരു ട്രിപ്പിനിടയിൽ മുറായി അയാനെ കിസ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു ഇഷ്യൂ ലീക്കായി പ്രിൻസിപ്പൾ അത് അറിയുകയും വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്യുന്നു. ഈ സമയത്ത് അയാന മുറായുടെ ഫ്യൂച്ചറിനെ അത് ബാധിക്കരുതെന്ന രീതിയിൽ തെറ്റെല്ലാം ഏറ്റെടുക്കാനായി ഒരുങ്ങുമ്പോൾ മുറായി അത് ഏറ്റെടുക്കാനായി വരുന്നുണ്ടെങ്കിലും അവൻ എന്തെങ്കിലും പറയും മുന്നേ അങ്ങോട്ടേക്ക് എത്തുന്ന ഇവർക്കിടയിലെ റിലേഷനെ സംശയിച്ചിരുന്ന ഡാൻ എന്ന സാർ അതൊരു ട്രൂത്ത് ഓർ ഡെയർ ഗെയിമിന്റെ ഭാഗമായി നടന്ന കാര്യമാണെന്നും യഥാർത്ഥത്തിൽ താനും അയാനയും എൻഗേജ്ഡ് ആണെന്നും പറഞ്ഞ് അയാനയുടെ കൈവിരലിൽ മോതിരം അണിയിക്കുന്നു. കാരണം ഇവർ തമ്മിൽ റിലേഷൻ ആയിട്ടൊന്നുമില്ല എന്ന് പ്രിൻസിപ്പളിനെ വിശ്വസിപ്പിക്കാനായി. സത്യം പറഞ്ഞ അയാനയും മുറായും ഈ സാറിന്റെ പ്രവൃത്തിയിലാകെ ഞെട്ടി പോയിട്ടുമുണ്ടായിരുന്നു. എന്തായാലും പിന്നീട് കുറച്ച് ദിവസത്തേക്ക് മുറായി ക്ലാസ്സിൽ വന്നില്ല. ഒരുപക്ഷെ താൻ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഫേസ് ചെയ്യാനുള്ള മടി കാരണമായിരിക്കാം എന്ന് കരുതി അയാന സ്കൂളിൽ നിന്ന് റിസൈൻ ചെയ്യാനായി തീരുമാനിക്കുന്നു. ഇതേ സമയം തന്നെ പ്രൊട്ടക്ട് ചെയ്ത ഡാൻസാറിന് ഇവർക്കിടയിലെ റിലേഷൻ അറിയായിരുന്നു. അയാനയ്ക്ക് മുറായിയോട് ഒരു താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കി തന്നെയാണ് രണ്ടുപേർക്കും പ്രശ്നം ഉണ്ടാവാതിരിക്കാനായി സാർ അങ്ങനെ ഒരു ഹെൽപ്പ് അവരോട് ചെയ്തത്. എന്തായാലും റിസൈൻ ചെയ്യാനായി തീരുമാനമെടുത്ത അയാന അതിനെപ്പറ്റി എന്തെങ്കിലും പ്രൊസീഡ് ചെയ്യും മുന്നേ അയാനയെ കാത്ത് അന്ന് സ്കൂളിന്റെ മ്യൂസിക് റൂമിൽ മുറായി നിൽപ്പുണ്ടായിരുന്നു. മുറായി അവൻ അയാനയുടെ ഇഷ്ടമറിയാവുന്ന അവന്റെ ഫ്രണ്ട്സുമായി ചേർന്ന് ഒരു പാട്ട് അവിടേക്ക് അയാനെ കൊണ്ടുവന്ന് അവളുടെ മുന്നിൽ പെർഫോം ചെയ്യുന്നു. ആ പാട്ട് കേൾക്കുന്ന അയാന വളരെ ഷോക്കാവുന്നു. കാരണം അയാനയുടെ സ്കൂൾ കാലഘട്ടത്തിൽ അയാന ലിറിക്സ് എഴുതി കമ്പോസ് ചെയ്ത ഒരു പാട്ടായിരുന്നു അത്. അയാനയുടെ അമ്മ മരണപ്പെട്ടു, അച്ഛൻ ഒരു ദുർനടപ്പുകാരനായിരുന്നു, ആകെ ഉണ്ടായിരുന്ന ചേട്ടൻ തന്നെ വളർത്താനും ഒക്കെയായി പണ്ട് മുതലേ ജോലിയും കാര്യങ്ങളിലും തിരക്കിലായിരുന്നു. അങ്ങനെ ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്ന ആ ഒരു സമയത്താണ് ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്തതും കാർട്ടൂൺ ഗെയിമുകളിലേക്ക് അയാനയുടെ ശ്രദ്ധ തിരിഞ്ഞതും. അയാന അന്ന് കമ്പോസ് ചെയ്ത ഈ ഒരു ഗെയിം അയാനയുടെ കൂടെ അന്ന് സ്കൂളിൽ പഠിച്ചിരുന്ന അയാനെ വലിയ കാര്യമായി എപ്പോഴും കൂട്ടുകൂടി നടന്നിരുന്ന ഒരു കൊച്ചു പയ്യന് അയാന പാടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതേ പാട്ട് വർഷങ്ങൾക്കിപ്പുറം മുറായി പാടുന്ന സമയത്താണ് അന്നത്തെ ആ ഒരു കുഞ്ഞു പയ്യനാണ് ഇന്ന് തന്റെ വിദ്യാർത്ഥിയായി മാറിയിരിക്കുന്ന മുറായി എന്ന കാര്യം അയാനയ്ക്ക് മനസ്സിലാവുന്നത്. അവൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ സ്കൂളിൽ വരാതിരുന്നത് അവൾക്ക് ഒരു സർപ്രൈസായി അവന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാനായി ഈ മ്യൂസിക് പ്രാക്ടീസിന്റെ തിരക്കിലായിരുന്നത് കൊണ്ടാണെന്ന്. എന്തായാലും ആ ഒരു തിരിച്ചറിവ് അയാനെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നു. ഒപ്പം അയാനയും ഒരു തീരുമാനമെടുക്കുന്നു, ഈ ഒരു ജോലിയൊന്നും റിസൈൻ ചെയ്യാതെ ഇവിടെ
തന്നെ ടീച്ചറായി തുടരാനും കാര്യങ്ങളെ അതിന്റെ ഒഴുക്കിന് വിടാനും. മുറായി അവന്റെ പഠനമൊക്കെ കംപ്ലീറ്റ് ചെയ്ത് മെച്യൂർ ആവുന്ന സമയത്ത് അവൻ ഇപ്പൊ തോന്നുന്ന ഈ ഒരു ഇൻഫാക്ച്വേഷൻ എന്ന് അയാന കരുതുന്ന ഇഷ്ടം അതേപടി അത്രയും സ്ട്രോങ് ആയി തന്നെ നിലനിൽക്കുന്നുവെങ്കിൽ അവർക്കിത് പ്രൊസീഡ് ചെയ്യാമെന്നും അല്ലെങ്കിൽ അയാന മുറായുടെ നല്ലൊരു മെന്ററായി വലിയൊരു സപ്പോർട്ട് സിസ്റ്റമായി എന്നും കൂടെ ഉണ്ടാകുമെന്നും. അങ്ങനെ അതോടുകൂടി ഈ ഒരു കഥ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.